പ്രധാൻ മാറി പ്രഹ്ലാദ് വന്ന സമയത്തെ നമ്മുടെ നാട്ടിലെ സംഘ തീവ്രവാദികൾ പറയുന്നത് കണ്ടട RSSന്റെ ഒരു പവർ. ഒരു RSSകാരൻ മാറി മറ്റൊരു RSSകാരൻ വന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂല, മോദിജിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതൊരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്. അല്ലെങ്കിൽ മോദിജിയുടെ ഭയങ്കര സംഭവം കിടലനാന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. കാരണം നമ്മളൊരു കക്കൂസും ടാങ്ക് ക്ലീൻ ചെയ്ത് എത്ര ക്ലീൻ ചെയ്തതിൽ അതിൽ വീണ്ടും തിട്ടം തന്നെയല്ലേ ഉണ്ടാവുക. കുറച്ചധികം മാരി അല്ലെങ്കിൽ കുറച്ചധികമായിട്ട് വാരി എടുത്തിട്ട് പ്രധാനം മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് വെക്കുന്നതും അത് കിടക്കുന്നതും അതിന് പ്രഹ്ലാദാണെങ്കിൽ എന്താണെങ്കിലും അത് കക്കൂസ് ടാങ്ക് ആണ്. നമ്മൾ ആരും വിചാരിക്കുന്നില്ല ഇത് മൊത്തത്തിലായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളത്. ഒന്നുകിൽ അത് മൂടി അങ്ങോട്ട് ഒതുക്കി, അതായത് യൂസ് ചെയ്യാത്ത രീതിയിൽ മൂടി മറ്റും മണ്ണിട്ട് മൂടി മാറ്റി മാറ്റണം. ആ മാറ്റത്തിലോട്ട് ഇങ്ങനെ എത്തുന്നതിൻ്റെ ആദ്യ പടി മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ RSSകാരിലെ RSSന്റെ കക്കൂസും കോഴി നന്നാക്കാനൊന്നും ആരും പ്രതീക്ഷിക്കും വേണ്ട. അത് നന്നാവില്ല. നീയൊക്കെ അതിൽ തന്നെ കിടന്ന് കാലാകാലം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. അത് തന്നെ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷ അക്കാര്യത്തിലില്ല. പക്ഷേ മുട്ടുമടക്കാത്ത മോദിജി പോലെ ഒന്ന് മണങ്ങിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊന്നൊരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഇനി ഇത് ഇവിടം കൊണ്ട് നിർത്തും എന്ന് ആരും പ്രതീക്ഷിക്കരുത്. ഈ ജെൻസി എന്നുള്ളത് മാത്രമല്ല, രാജ്യത്തെ മൊത്തം യുവാക്കൾ ജെൻസി, അതായത് ഇപ്പോൾ 29 വയസ്സ് 30 വയസ്സ് വരെ നമ്മൾ ജെൻസിനെ കണക്കാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മേലോട്ടുള്ള ആളുകളും അതിൻ്റെ താഴോട്ടുള്ള ആളുകൾക്കും കാര്യങ്ങൾ മനസ്സിലായി ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത്. ഇപ്പം അത് ഒരു എക്സാം അല്ല, രാജ്യത്തെ മൊത്തം പൊതു എക്സാമുകളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ ആളുകൾ നിൽക്കുന്നത്. അങ്ങനെ ഈ നാട്ടിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഓരോ പോളിസികളുടെ അവസ്ഥ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന രീതിയിലോട്ടുള്ള പ്രതിഷേധങ്ങളും പ്രൊട്ടസ്റ്റുകളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഇവിടെ അങ്ങോട്ട് ഉണ്ടാവാനേ പോകുന്നുള്ളൂ. ഇപ്പം CJP കഴിഞ്ഞു, അടുത്തത് EJP വരുന്നുണ്ട്. EJP ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ 2 ലക്ഷത്തിൻ്റെ മേലെ ആളുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞു. ആ ഒരു പേജ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതാണ് E20 ജനതാ പാർട്ടി. മറ്റേത് CJP കോക്രോച്ച് കഴിഞ്ഞു. അടുത്തത് E20ക്കെതിരെയുള്ള ഒരു വലിയ പ്രക്ഷോഭമാണ് വരാൻ പോകുന്നത്. കാരണം നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഈ CJP വന്നത് നീറ്റ് അല്ലെങ്കിൽ മറ്റ് പൊതുപരീക്ഷ എക്സാമുകളുടെ ക്രമക്കേടുകളായിരുന്നു. അത് ഈ രാജ്യത്തെ മൊത്തം തലമുറനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അതായത് വളർന്നു വരുന്ന പിള്ളേരൊക്കെ കൂടുതൽ പിള്ളേരും എഴുതാൻ ചാൻസ് ഉള്ള എക്സാമുകളാണ് ഈ പറഞ്ഞ എക്സാമുകളൊക്കെ. അപ്പോൾ അതിലാണ് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇനി നമ്മുടെ കോമൺ ആയിട്ടുള്ള ജനങ്ങളെ ബാധിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞ പെട്രോൾ, അതായത് E20 പെട്രോളിൻ്റെ ഒരു അവസ്ഥ. കാരണം ഒരുവിധ ആളുകൾക്കൊക്കെ നമ്മുടെ രാജ്യത്ത് ഒരു ബൈക്ക് വന്നിട്ട് അങ്ങോട്ട് കാറായിട്ട് വണ്ടികളായിട്ട് ഒരുപാട് നമ്മൾ ഈ പെട്രോളും ഡീസലും ഉപയോഗിച്ച് അതായത് ഈ കാറുകളല്ലാത്ത നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പെട്രോളും ഡീസലും ഒക്കെ തന്നെയാണ്. അതൊരു എല്ലാ ആൾക്കാരെയും ബാധിക്കുകയും ചെയ്യും. അപ്പം അടുത്തൊരു പ്രക്ഷോഭം അവിടെ ലോഡായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുക എന്നുള്ളത് നമ്മൾ കണ്ടുവരും. ഇതാണ് അവരുടെ പേജ്. അവരുടെ ട്വിറ്റർ പേജും ഉണ്ട്, Twitter X പേജും ഉണ്ട്. അതുപോലെ തന്നെ അവരുടെ Instagram പേജും വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. E20 ജനതാ പാർട്ടി അങ്ങനെയാണ് ആ ഒരു പേജിന് അവർ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ E20ക്കെതിരെ എല്ലാവർക്കും ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ മറ്റേ കക്കൂസും കുഴിയിലെ RSS BJP സംഘി തീവ്രവാദികളുടെ പേജുകളൊക്കെ E20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമൃതാണെന്നുള്ള രീതിയിലൊക്കെയാണ് എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും വരുന്നത്. E20 അമൃതമല്ല, ഒരു തേങ്ങയല്ല. ഗഡ്കരിൻ്റെ മക്കളെ നന്നാക്കാനും മറ്റ് ഇവർക്ക് ഡൊണേഷൻ കൊടുക്കുന്ന മുതലാളിമാർക്ക് പുതിയ കമ്പനികൾ തുടങ്ങി പുതിയ എന്താ പറയുക, ഒരു കത്തിൽ മൊത്തം നാട് കട്ടുമുടിക്കുക എന്നുള്ള രീതിയിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ് അത്. അതിൽ ജനങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്പെടുന്നുണ്ട് എന്നൊക്കെ ഇവന്മാർ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ E20 എന്ന് പറഞ്ഞ രാജ്യത്തിന് അനുഗ്രഹമാണ് എന്നൊക്കെയാണ് നമ്മുടെ ഈ സംഘി തീവ്രവാദി സൈബർ ഗുണ്ടകൾ പറയുന്നത്. അവർ പറയുന്ന കണക്കനുസരിച്ചിട്ട് നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് നമ്മൾ ക്രൂഡ് ഓയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുകയാണ്. നമ്മുടെ വിദേശ നിക്ഷേപങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ നമ്മുടെ ഡോളറുകൾ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് നമ്മളെ രാജ്യത്തിന് അത് ഭയങ്കരമായിട്ടുള്ള നഷ്ടമാണ് നമുക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി അതിന് പകരം നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന അരി, ഗോതമ്പ്, ചോളം, കരിമ്പ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, ഈ എത്തനോൾ ഉണ്ടാക്കും. അത് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് ക്രൂഡ് ഓയിൽ പെട്രോൾ ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ GDPയിലോട്ട് അത് അഡീഷണലി കൂട്ടാൻ പോകുക ഉള്ള വലിയ കാര്യങ്ങൾ. അത് നമ്മുടെ കൃഷിക്കാർക്ക് ഒരുപാട് സഹായമാകും എന്നുള്ള വലിയ തത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ തത്വങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിടുന്ന ഒരു ചെറിയ ഐറ്റം മാത്രമാണ് ചിന്തിച്ചാൽ മതി. 1 ലിറ്റർ പെട്രോൾ ക്രൂഡ് ഓയിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് ഏകദേശം 50 മുതൽ 55 രൂപ വരെയാണ് മാക്സിമം നമ്മൾ കൊടുക്കുന്നത്. അതായത് അതിനുശേഷമാണ് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളുടെ നികുതിയും സെസ്സും ഇതൊക്കെ വരുന്നത്. അതവിടെ മാറ്റി നിർത്തും. അതല്ലാതെ നമ്മൾ വാങ്ങിക്കുന്ന പ്രൈസാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതേ സ്ഥാനത്ത് 1 ലിറ്റർ എത്തനോൾ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 50 മുതൽ 55 രൂപ വരെ തന്നെയാണ്. അതായത് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്ന കോസ്റ്റും നമ്മൾ ഇന്ത്യയിൽ ഈ സംഭവം ഉണ്ടാക്കിയെടുക്കുന്ന കോസ്റ്റും ഏകദേശം ഒരേ പ്രൈസാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റത് പുറത്തോട്ട് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കില്ല, ഇത് ഇന്ത്യയിൽ തന്നെ വളർത്തി അല്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കുന്ന സാധനമാകുമ്പോൾ അത് ഇന്ത്യയിലെ കർഷകർക്ക് തന്നെയല്ലേ ലാഭം എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരും ചെയ്യും. അവിടെ 2 കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ എത്തനോൾ ഉണ്ടാക്കുന്ന കരിമ്പാണെങ്കിലും എത്തനോൾ ഉണ്ടാക്കുന്ന അരിയാണെങ്കിലും എത്തനോൾ ഉണ്ടാക്കുന്ന മറ്റ് ഏത് കൃഷി
വെജിറ്റബിൾസ് എന്താണെങ്കിലും ഈ എത്തനോൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ 55 രൂപ എന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ 55 രൂപയുടെ കോസ്റ്റ് മാത്രമല്ല, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൂടെ നമ്മൾ ആലോചിക്കണം. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു റൈസിൽ നിന്ന് നമ്മൾ എത്തനോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ലിറ്റർ എത്തനോൾ ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം 2.5 മുതൽ 3 കിലോ അരി ആവശ്യമാണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഈ 1 കിലോ റൈസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കണമെങ്കിൽ, വിള ഉണ്ടാക്കണമെങ്കിൽ ഏകദേശം 3000 മുതൽ 5000 ലിറ്റർ വരെ വെള്ളം കൊണ്ടാണ് നമ്മൾ 1 കിലോ അരി ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ ഒരു കണക്ക്, നമ്മുടെ കർഷകരുടെ ഒരു കണക്ക്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ എത്തനോൾ ഉണ്ടാക്കണമെങ്കിൽ 3 മുതൽ 4 കിലോ റൈസ് വേണം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ 1 കിലോ റൈസിന് 3000 ലിറ്റർ ഏറ്റവും ചുരുങ്ങിയ വെള്ളം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 3-4 കിലോ റൈസിന് ഏകദേശം 10,000-ന്റെ മേലെ ലിറ്റർ വെള്ളം വേണം. അതായത് 1 ലിറ്റർ എത്തനോൾ ഉണ്ടാക്കുമ്പോഴേക്കും 10,000 ലിറ്റർ വെള്ളം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ നമ്മുടെ പൊതു ആവശ്യങ്ങൾക്കുള്ള അരിയോ ഗോതമ്പോ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എത്തനോളും കൂടെ ഈ കൃഷി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഓരോ ലിറ്റർ എത്തനോളും ഏകദേശം 10,000 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിൽ നമ്മളെ രാജ്യം വെള്ളം ഉപയോഗിക്കേണ്ടി വരും. ഓൾറെഡി നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിലും വറ്റി വരണ്ട് വെള്ളത്തിൻ്റെ ക്ഷാമത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രത്തോളം നമുക്ക് സഹായിക്കും എന്നുള്ളത് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇന്ത്യയുടെ അവസ്ഥ എങ്ങോട്ടാണ് ഭാവിയിലോട്ട് പോകുക എന്നുള്ളതും നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ നെറ്റിലുണ്ട് കേട്ടോ, പ്രോപ്പർ ഡീറ്റെയിൽസ് നെറ്റിലുണ്ട്. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. ഇവന്മാർ പറയുന്ന എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്, അതായത് 1 ലിറ്റർ എത്തനോളിന് കിട്ടുന്ന പവർ, അതായത് ഊർജ്ജത്തിനേക്കാൾ എത്രയോ മടങ്ങാണ് 1 ലിറ്റർ പെട്രോളിന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഈ E20 എന്ന് നമ്മൾ അടിക്കുമ്പോഴും അതിലെ ഏകദേശം ഒരു 14 to 15% എത്തനോൾ മിക്സ് ചെയ്യുന്നത്. അത് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ വണ്ടികൾക്ക് വരുന്നത്, അതായത് ഞാനൊക്കെ ബൈക്ക് ദിവസവും എത്ര സ്ഥലത്ത് നിന്ന് മിസ്സിങ് വരിക അടിക്കുന്നവർക്കറിയാം. പിന്നെ സംഖ്യകൾ ഇതിനെ എതിർക്കുന്ന കാരണം അവന്മാരൊന്നും കൂടുതൽ വണ്ടികളൊന്നും യൂസ് ചെയ്യുന്നില്ല എന്ന്. അവരുടെ കാശുള്ള കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ യൂസ് ചെയ്യുന്നില്ല. ഈ വിളിച്ച് പറയുന്ന നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇരുന്ന് ഈ സൈബർ സംഖ്യകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പട്ടിണിയും പരിവട്ടും പാവങ്ങളുമാണ്. വീട്ടിലൊരു ബൈക്ക് ഉണ്ടെങ്കിലായി വണ്ടിയോ കാറോ അല്ലെങ്കിൽ ഈ പെട്രോൾ യൂസ് ചെയ്യുന്ന വ്യവസായങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് അവന്മാർക്കത് മനസ്സിലാവാത്തത്. നമ്മളവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാർക്കത് പട്ടിണി തന്നെയാണ്. അവന്മാർ ആലോചിക്കുന്നില്ല ഇനിയും നമ്മൾ ഇത്രയും വെള്ളം കൊണ്ട് എടുത്തിട്ട് നമ്മൾ ഇത്രയും കൃഷി ചെയ്ത് അതെല്ലാം കൂടെ ഇതിനെടുത്ത് ഭാവിയിലോട്ട് വരുമ്പോൾ അവന്മാരിപ്പോൾ കഞ്ഞി കുടിക്കണം പോലും കഞ്ഞി കുടിക്കാണ്ടായി പോകും. കഞ്ഞിവെള്ളം മാത്രം കൂടി ജീവിക്കേണ്ട അവസ്ഥയിലോട്ട് അവന്മാർ വരും. അവന്മാർ അറിയുന്നില്ല രാജ്യം എങ്ങനെ മുന്നോട്ട് പോകുന്നത്, വണ്ടികളുടെ അവസ്ഥ എന്താ. ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിലെത്ര മിസ്സിങ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഈ ഉള്ളിൽ വരുന്ന ഈർപ്പം തട്ടിയിട്ട് മറ്റ് പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ട്, അതിൻ്റെ മൈലേജ് കുറയുന്നുണ്ടോ എന്ന് ചിന്ത വരാത്തത് ഇവന്മാരത് യൂസ് ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ അവന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പാവങ്ങളാണ്, പട്ടിണി പാവങ്ങളാണ് ഒരുവിധ സംഖ്യകളൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഈ സൈബർ ഈ ഗുണ്ട സംഖ്യകൾ എല്ലാവരുടെയും അവസ്ഥ അതാണ്. അപ്പോൾ അതാ നടന്ന് നിൽക്കട്ടെ, നമ്മൾ നോക്കണ്ട. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇത്രയും ലിറ്റർ വെള്ളം നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡസ്ട്രിയിൽ ഏകദേശം പാകിസ്ഥാനേക്കാളും അപ്പുറത്താണ് നമ്മൾ കിടക്കുന്നത്, അല്ലെങ്കിൽ നേപ്പാളിനേക്കാളും ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനേക്കാളും അപ്പുറത്ത് കിടക്കണം നമ്മളെ ഇന്ത്യയിൽ നമ്മൾ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ പട്ടിണി എടുക്കുന്ന ഈ പാവങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം കൃഷി ചെയ്തിട്ട് അവർക്ക് എന്തെങ്കിലും എത്തിക്കാൻ പറ്റുമെങ്കിൽ ആ പദ്ധതിയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മറ്റെല്ലാ രാജ്യങ്ങളിലും അങ്ങോട്ട് ചെയ്യാത്തത്? നമ്മൾ 1-2 രാജ്യങ്ങൾ എക്സാമ്പിൾ കാണിക്കും. ഇവിടെ നിങ്ങൾ കണ്ട ബ്രസീലൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവിടെയൊക്കെ 2 ഓപ്ഷൻസ് ഉണ്ട്. അതായത് എത്തനോൾ ബ്ലെൻഡ് ചെയ്ത പെട്രോൾ വേണമെങ്കിൽ അതടിക്കാം, അതല്ലാത്ത വേണ്ട അപ്പുറത്ത് വേറെ അടിക്കാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അങ്ങോട്ട് പറ്റൂല. അത് നിങ്ങൾ എത്തനോൾ തന്നെ അടിച്ചാൽ മതി, എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ മാത്രമേ നിങ്ങൾ അടിച്ചാൽ മതി. അതും എത്തനോൾ 85 എത്തനോൾ 100 ലെവലിലോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അത് അടിച്ചാൽ മതി, മറ്റേ ഓപ്ഷൻസ് തരൂല എന്ന് ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഗഡ്കരിന്റെ മോൻ പാവപ്പെട്ട അവൻ രക്ഷപ്പെടണ്ടേ, 2 മക്കളുണ്ട്, രക്ഷപ്പെടണ്ടേ. പിന്നെ അതേ കമ്പനികൾ പ്രവർത്തിക്കുന്നില്ലേ, അതേ കമ്പനികളിലോട്ട് കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ മുതലാളിമാരുടെ മക്കൾ പാവപ്പെട്ടവരല്ലേ. അവർക്ക് സ്വർണ്ണക്കാരൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളെ പിഴിഞ്ഞ് കൊടുക്കണ്ടേ. നമ്മളെവിടെയെങ്കിലുമൊക്കെ ആശിച്ച് ഒരു വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടിയാലും കുഴപ്പമില്ല, അവന്മാർക്ക് പണി കിട്ടരുത്. അവന്മാർ അങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യുള്ളൂ. ഇനി ഇന്ത്യയിലെ മൊത്തം വാഹനങ്ങളുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ 80% ഈ എത്തനോളിന് കോമ്പാക്റ്റ് ആയിട്ടുള്ള എഞ്ചിനോ അല്ലെങ്കിൽ വണ്ടിയോ അല്ല നമ്മുടെ നാട്ടിലുള്ളത്. ഇനി ഇവിടുന്ന് ഇറക്കുന്നതിൽ നമ്മൾ അത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ 80% ഇന്ത്യയിലെ വണ്ടികൾ സ്ക്രാപ്പിലോട്ട് പോകും. ഈ പാവപ്പെട്ടവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വണ്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ 2, 3, 4 കൊല്ലങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടികളായിരിക്കും. അതിൽ മൈലേജ് കിട്ടുന്നില്ല, അതിന് മറ്റേ പ്രശ്നം, അതിന് ഈ പ്രശ്നം, അതിന് മിസ്സിങ്, ഇത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ 80% വരുന്ന കാറുകൾ സ്ക്രാപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പം ഈ എത്തനോൾ എന്നും പറഞ്ഞ് ഇവന്മാർ മുന്നോട്ട് ഇറക്കുന്നതിലുള്ള വലിയ ഗൂഢാലോചനകളും പൈസന്റെ ചിന്താഗതി എത്രത്തോളം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി പോട്ടെ, 2023 ഗഡ്കരി തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് പറഞ്ഞു നിങ്ങൾക്ക് 15 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചു തരും, അല്ലെങ്കിൽ 50 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചു തരും എന്നുള്ള ഒരു വ്യാജ വർത്താനം അന്ന് പറഞ്ഞു. എന്താ ഈ പാവപ്പെട്ട സംഘികൾക്ക് ഒരു ഇഷ്ടം, ഒരു പുളകം കിട്ടിക്കോട്ടെ എന്നുള്ള അമ്മാതിരി ഡയലോഗ് ഒന്ന് അടിച്ചു വിട്ടു. സംഘികൾ എല്ലാവരും കൂടെ അതിന് പിന്നാലെ പോയി. അത് കഴിഞ്ഞപ്പോൾ അവസ്ഥ എന്താ? 120 रुपए जो पेट्रोल ले रहे हैं उसका भाव हम 15 रुपए लीटर करेंगे। कि आज भी पेट्रोल पंप पर, बहुत से पेट्रोल पंप पर जी 168 या कोई भाव है, पेट्रोल अवेलेबल है विदाउट। हाँ, अनलेडेड पेट्रोल। हाँ, तो भरो ना।
ഇപ്പോൾ വന്ന് പറയുന്നത് അത് നടക്കൂല, പെട്രോളിൻ്റെ പൈസക്ക് നമ്മളിപ്പോൾ പെട്രോൾ വാങ്ങുന്ന പൈസക്ക് തന്നെ ഇനിയും നമ്മൾ എത്ര എത്തനോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളിപ്പം വാങ്ങുന്ന പൈസക്ക് തന്നെ ഇനി ഇവിടെ നിന്നിട്ട് നമുക്ക് ഓയിൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ, ഡീസലാണെങ്കിലും പെട്രോൾ ആണെങ്കിലും വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മളെ കംപ്ലീറ്റ്ലി പറ്റിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇവന്മാർ ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന കുറച്ച് കൂട്ടർക്കും കുറച്ച് മുതലാളിമാർക്കും ലാഭം കൊയ്യാനും അവന്മാർക്ക് തിന്ന് മുടിച്ച് സുഖിച്ച് ലോപിച്ച് നടക്കാനും വേണ്ടിയിട്ടുള്ള ഓരോ പദ്ധതികളും കൊണ്ടുവരും. എക്സാം ആണെങ്കിൽ അങ്ങനെ തന്നെ അവന്മാരുടെ കൂട്ടക്കാർക്ക് അല്ലെങ്കിൽ 100 മാർക്ക് പോലും കിട്ടാത്തവന്മാർക്ക് ഈ പേപ്പർ ലീക്ക് ചെയ്ത് കൊടുത്തിട്ട് വ്യാജ ഡോക്ടർമാരുണ്ടാക്കുക, എഞ്ചിനീയർമാരുണ്ടാക്കുക, അവരുണ്ടാക്കുക, ഇവരുണ്ടാക്കുക. അത് പൊളിഞ്ഞു ഇപ്പോൾ. ഇനിയും ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഒരു RSSകാരൻ പോയി മറ്റൊരു RSSകാരൻ വരും, കക്കൂസും കോയിലെ കിട്ടത്തിൻ്റെ അളവിൽ ഒരു കുറവില്ല, അത് അങ്ങനെ തന്നെ കിടക്കും. അത് ഇനിയും വന്നുകൊണ്ടിരിക്കും. ആദ്യം നമ്മൾ മാറ്റേണ്ടത് പോളിസികളായിരുന്നു. നമ്മൾ ഇവന്മാർ ഈ കാണിച്ചു വെച്ചിട്ടുള്ള ഈ ജനറലൈസ്ഡ് പോളിസികൾ, അതല്ലെങ്കിൽ മൊത്തം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ അവന്മാർ തള്ളുന്നതൊക്കെ അവന്മാർക്ക് കളവ്. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നീറ്റ് എക്സാം പോലും പണ്ട് സംസ്ഥാനങ്ങൾക്ക് അതിനുള്ള പരിധി കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കൺട്രോളിങ് ഒരുപാട് കൂടും, ഒരുപാട് അതിൽ ആളുകൾ ഇൻവോൾവ് ആകാൻ കഴിയും. അതിന് പകരം മൊത്തത്തിൽ ഏകീകരിച്ച് ഒരൊറ്റ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിലോട്ട് മാറ്റുമ്പം അവർക്ക് ഇമാതിരി പരിപാടികൾ ചെയ്യാൻ വളരെ ഈസിയാണ്. എവിടെയും കോലിട്ട് കുത്താം, ആർക്കും തോന്നിയ പോലെ ചെയ്യാം. അത് തന്നെ എല്ലാം ഒന്ന് ഈ പാവപ്പെട്ട ഈ സംഘവാണങ്ങളെ അല്ലെങ്കിൽ സംഘ തീവ്രവാദികളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ആ പൊട്ടന്മാർ പോലും അറിയില്ല. അവന്മാർക്ക് വിദ്യാഭ്യാസവും ഇല്ല, വിവരമില്ല, പൈസയില്ല, പട്ടിണിയാണ്. ഐറ്റേക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ പോസ്റ്റ് ഇട്ട് ഈ വെളിത്തരം പറഞ്ഞ് നടന്നാൽ മതി. പക്ഷെ നേരെ തിരിച്ച് ഇതൊക്കെ ചിന്തിച്ച് ഇതിൽ ഇൻവോൾവ് ആയി ജീവിക്കുന്ന ആൾക്കാർക്കാണ് ഇതിൽ കൂടെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് വരുന്നത്. അപ്പം എല്ലാം ഒന്ന് മതി, രാജ്യത്ത് ഒന്ന് മതി എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കക്കാം, ഒരുമിച്ച് മുക്കാം, ഒരുമിച്ച് നക്കാം, ഒരുമിച്ച് തെണ്ടാം എന്നുള്ള അവസ്ഥയിലോട്ട് ഇന്ത്യനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ ഈ പരിപാടികൾ മൊത്തം കാണിച്ചു കൂട്ടുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഓയിലിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഭാരത് പെട്രോളത്തിലൊക്കെ വലിയൊരു ബോർഡ് വെച്ചിട്ടുള്ളത്? E20 പെട്രോളാണ് ഇവിടെ ഉള്ളത്. ആ പെട്രോൾ അടിച്ചിട്ട് നിങ്ങളുടെ വണ്ടിക്ക് മിസ്സിങ് വന്നു കഴിഞ്ഞാലും മൈലേജ് കുറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇപ്പുറത്ത് വന്നിട്ട് മന്ത്രി വന്ന് നമ്മളോട് എന്താ പറയുന്നത്? ഒരു കുഴപ്പമില്ല, പെട്രോൾ അടിച്ചാൽ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. കാറിൻ്റെ മുതലാളിമാരത് പറഞ്ഞിട്ടുണ്ട്, കാറിൻ്റെ ഇൻഷുറൻസുകാരത് പറഞ്ഞിട്ടുണ്ട്. അവരത് പറയും. കാരണം അവരത് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരെ കാറിൻ്റെ പ്രൊഡക്ഷൻ മുട്ടിക്കും നമ്മുടെ സർക്കാർ. ഇൻഷുറൻസുകാർക്ക് പണി കൊടുക്കും, കമ്പനികൾക്ക് പണി കൊടുക്കും. ആ പേടിയുള്ളത് കൊണ്ടാണ് അവരത് പറയുന്നത്. അപ്പം E20 എങ്ങനെയാണ് നമ്മളെ പറ്റിക്കാൻ പോകുന്നത് എന്നുള്ളതിന് ചെറിയൊരു ബ്രീഫാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു പ്രക്ഷോഭം ലോഡിംഗ് ആണ്. സംഘ തീവ്രവാദികളെ നിങ്ങൾക്ക് കാശിയും കിട്ടുമായിരിക്കും. അതുകൊണ്ട് സൈബർ സംഘ ഗുണ്ടകളും സംഘ തീവ്രവാദി രാജ്യദ്രോഹികളൊക്കെ റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ പുള്ള് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇടാനുള്ളതാണ്. അപ്പം E20 പേജിൻ്റെ ഇത് അത് നിങ്ങൾക്കറിയാം, അതായത് എത്തനോൾ ജനതാ പാർട്ടി എന്നാണ്. പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്യണോ അത് ഫോളോ ചെയ്യണോ ഒക്കെ നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.